സോ CAT 2024 കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാനിത് ഇടുകയാണ്. സോ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചു, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും അത് ബി ഫിനാൻഷ്യൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, 10th 12th മാർക്ക് കുറവാണ്, പെൺകുട്ടിയാണ്, BA ആണ് കഴിഞ്ഞത്, അല്ലെങ്കിൽ BSc ആണ് കഴിഞ്ഞത്, BCom കഴിഞ്ഞത്, എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർക്കാണെങ്കിലും you should ideally target for the top business school and you can actually make it happen in the next like 8 months you are having in hand. നിങ്ങളുടെ ഫൗണ്ടേഷൻ വളരെ വീക്ക് ആണ്, എന്തൊക്കെയാണെങ്കിൽ പോലും you are having enough time provided. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഒരു വളരെ പ്രമുഖമായ ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനം പറഞ്ഞത് അവർക്ക് മൊത്തം 15 മോക്ക് ടെസ്റ്റ് ഉള്ളതിൽ അവിടെ പൈസ കൊടുത്ത് എൻറോൾ ചെയ്ത കുട്ടികളിൽ ആ മോക്കുകളിൽ ശരാശരി എടുത്തിരിക്കുന്നത് വെറും 3 മോക്കാണ്. അതിൻ്റെ അർത്ഥം ഒരു വലിയ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും വളരെ സീരിയസ് ആയിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എൻറോൾ ചെയ്ത് പൈസ കൊടുത്ത് എൻറോൾ ചെയ്തിട്ട് പോലും അവർക്ക് 1-2 മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിയുന്ന സമയത്ത് ദേ ഫീൽ ലൈക്ക് ദേ കാൺട് ഡു ഇറ്റ്. ഇതാണ് ശരിക്കും ഒരു എൻട്രൻസ് എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിർത്തി പോകാനുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സക്സസ് റേഷ്യോ ഉണ്ട്. സക്സസ് ആവുന്നവർക്കും സക്സസ്ഫുൾ ആവാനും ഉള്ള കാരണം ഇതാണ്. കാരണം വലിയൊരു കോമ്പറ്റീഷൻ, ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് നിർത്തി പോകുന്നത് കൊണ്ടാണ് ടോപ്പിലുള്ള ആൾക്കാർക്ക് ആ റാങ്ക് കിട്ടുന്നതും ഒരുപാട് ആൾക്കാർ ഈ എൻട്രൻസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, ഇനിഷ്യലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് യു ഹാവ് ടു സെറ്റ് എ ഗോൾ. നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് ഏത് സെറ്റ് ഓഫ് കോളേജിൽ ഞാൻ കയറും, എനിക്കൊരു ടോപ്പ് 20 അല്ലെങ്കിൽ ടോപ്പ് 25 കോളേജിൽ കയറണം, അല്ലെങ്കിൽ ഇന്ന കോളേജുകൾ ഇന്ന സെറ്റ് ഓഫ് കോളേജുകളിൽ കയറണം എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ഗോൾ. അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്, EWS ഉണ്ട്, OBC, SC, ST, PWD, ഇത്ര അധികം റിസർവേഷൻ കാറ്റഗറീസ് ഉണ്ട്. റിസർവേഷൻ കാറ്റഗറിയെ കുറിച്ച് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അതായത് IIMകൾ, പിന്നെ IAFT, പിന്നെ IITകളിൽ MBA ഉണ്ട്, NITകളിലൊക്കെ MBA ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ താഴോട്ടുള്ള MBAകളാണ്. ഞാൻ മാക്സിമം ഒരു IIT വരെ പറയത്തുള്ളൂ. ഞാൻ എപ്പോഴും ഇതിനകത്ത് നിങ്ങൾ അമൃതയിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് സ്കൂളുകളിൽ അവിടെ ഇവിടെയൊക്കെ SCMSൽ പോവുക, അല്ലെങ്കിൽ ക്രൈസ്റ്റിൽ പോവുക എന്നുള്ള രീതിയിൽ ഒന്നും ഞാൻ ഈ ഒരു ചാനലിൽ പറയുന്നുണ്ടാവില്ല. അത് ചില ആൾക്കാർക്ക് ഇനി ഓൾറെഡി ആ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ യു മൈറ്റ് ഫീൽ ഡിസപ്പോയിന്റഡ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള ചാനലാണിത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷന് ഫോക്കസ് ചെയ്യുന്നത് എല്ലാ കുട്ടികളും ടോപ്പ് ബിസിനസ് സ്കൂളുകളിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഒരിക്കലും ഒരു ടോപ്പ് ബിസിനസ് സ്കൂളിൽ കിട്ടുന്ന, നിങ്ങൾ ചോദിക്കും അവിടെയും ഇവിടെയും MBA ഒരേ കാര്യമല്ല പഠിപ്പിക്കുന്നതെന്നല്ല. പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബുക്ക് നോക്കി പഠിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഇതെന്ന് പറയുന്നത് അവിടെ നിന്ന് പഠിച്ചു പോയ ആൾക്കാരുടെ ഒരു അലൂമിനീസിന്റെ ലെഗസിയും, അവിടെ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷറും, അതിൽ കിട്ടുന്ന ഒരു ബ്രാൻഡ് നെയിമും, അവിടെ നിന്ന് കിട്ടുന്ന ഒരു കോമ്പറ്റീഷന്റെ റിസൾട്ടായിട്ട്, അത് അവിടെ വരുന്ന എല്ലാവരും ആ ഒരു എക്സാമിൽ അത്ര നല്ല കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പ് പ്രൊഫൈലുള്ള IITകളിൽ നിന്നും ഈ പറയുന്ന ബിറ്റ്സിൽ നിന്നും ടോപ്പ് ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജുകളിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ബിസിനസ് സ്കൂളിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്ക് ഒരു SCMSൽ പോയാലും ഒരു അമൃതയിൽ പോയാലും കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കോളേജുകളാണ് നോക്കുന്നത് നിങ്ങളുടെ പ്രൈമറി ഗോൾ എന്നുണ്ടെങ്കിൽ മേ ബി യു വിൽ ഫീൽ ഡിസപ്പോയിന്റഡ് അറ്റ് ടൈംസ് വാച്ചിങ് മൈ വീഡിയോ. ബട്ട് ദോസ് ഹു ഫീൽ യു ക്യാൻ മേക്ക് ഇറ്റ്. ഐ എം പ്രിറ്റി ഷുവർ വെച്ച് എൻ്റെ സ്റ്റോറിയൊക്കെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു സെമിസ്റ്ററിൽ 6th എല്ലാ സബ്ജക്റ്റും പൊട്ടിയ ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മെന്റർ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പ് പറഞ്ഞ് നാട്ടിലെ സാധാരണ ആർട്സ് കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികളെ ഞാൻ മോട്ടിവേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം, അതായത് ത്രൂ ഔട്ട് ദി കോഴ്സ് ഓഫ് ഈ ഒരു 6-7 മാസത്തെ പ്രിപ്പറേഷനിൽ അവർ പലതവണ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് നിർത്തണമെന്നുള്ളത്. അതായത് എനിക്കിത് പറ്റില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് 7 മാസം പ്രിപ്പയർ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ്. അങ്ങനത്തെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. കാരണം കോമ്പറ്റീഷൻ അത്ര കൂടുതലൊന്നുമല്ല, ആൻഡ് അത്ര അധികം സീറ്റുകളുണ്ട്. കൂടാതെ റിസർവേഷനുകളും ജെൻഡർ ഡൈവേഴ്സിറ്റി, അതുപോലെ അക്കാഡമിക് ഡൈവേഴ്സിറ്റി പോയിന്റ്സുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് യു ക്യാൻ മേക്ക് ഇറ്റ്. സോ എയിം ഫോർ എ ടോപ്പ് ബിസിനസ് സ്കൂൾ. അത് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഗോൾ സെറ്റ് ചെയ്യേണ്ടത് ഈ കോളേജുകളിൽ എത്തിപ്പെടാൻ ഞാൻ ഏതൊക്കെ എൻട്രൻസുകൾ എഴുതണം, ആ എൻട്രൻസിൽ ഞാൻ എത്ര പെർസെൻറ്റേജ് വാങ്ങണം. അപ്പോൾ എനിക്ക് ഇനി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന SC, ST, PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 70% ചിലപ്പോൾ IIMകളൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ 80% കുറഞ്ഞ ഒരു ടാർഗറ്റ് ആരും തന്നെ വെക്കാൻ പാടില്ല. അതൊന്ന്.
രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ OBC കാൻഡിഡേറ്റ്സ്, OBC ഫീമെയിൽ നോൺ എഞ്ചിനീയർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 85% നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓൾഡ് IIMസിലൊക്കെ കോൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ OBC ആൻഡ് EWS കാൻഡിഡേറ്റ്സ് മിനിമം 90% നിങ്ങളുടെ ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. മിനിമം 90%, ഐ വുഡ് റെക്കമെൻഡ് 95% സെറ്റ് ചെയ്യാം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിനനുസരിച്ച് 99% മിനിമം ടാർഗറ്റ് വെച്ചിട്ട് അതിന് എത്ര സ്കോർ വേണം എന്നുള്ളത് ഒരു ആവറേജ് നോക്കുക. അതായത് കഴിഞ്ഞ വർഷത്തെ സ്കോർ വേഴ്സസ് പെർസെൻറ്റേജ് വെച്ചിട്ട് എനിക്കൊരു ഇത്ര മാർക്കാണ് ഫൈനലി കാറ്റിന് വേണ്ടത്. അതായത് ഇപ്പോൾ എനിക്കൊരു 90% വേണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 40 മാർക്കാണ് എനിക്ക് കാറ്റിന് വേണ്ടത് എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചാൽ നമ്മുടെ പരിപാടി തുടങ്ങി. നമ്മുടെ പ്രിപ്പറേഷൻ ആദ്യഘട്ടം കഴിഞ്ഞു. വി ആർ ഹാവിങ് എ ടാർഗറ്റ് ഇൻ ഹാൻഡ്. ഇനി നമ്മൾ തുടങ്ങേണ്ടത് പ്രിപ്പറേഷനാണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, തുടക്കം തൊട്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ എടുക്കണം. അതായത് പല ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കും. എനിക്കിതിൽ പറയാനുള്ളത്, കാറ്റിൻ്റെ എക്സാമിൽ ഒരിക്കലും അവർ 100% ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറയുന്നില്ല. അതായത് 198-ൽ 40 മാർക്ക് വാങ്ങിയാൽ 90% മാർക്ക് 90% മാർക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു 25% 30% മാർക്ക് വാങ്ങിയാൽ മതി. മാത്രമല്ല 10ാം ക്ലാസ് വരെയുള്ള സിലബസ് വെച്ചിട്ടാണ് ഇവർ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ മോക്ക് എടുക്കാം എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് വലിയ അർത്ഥമില്ല. കാരണം കാറ്റിൽ കോൺസെപ്റ്റ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ മോക്ക് എടുക്കുക, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ശരിക്കും എങ്ങനെയാണ്. എല്ലാ കാറ്റിൻ്റെ പേപ്പറിലും കുറേ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ വലിയൊരു ശതമാനം കുട്ടികളും ആ ഈസി ക്വസ്റ്റ്യൻസ് കാണാതിരിക്കുകയും ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും, അവരുടെ സമയം നശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് കാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ മോക്ക് എടുക്കുക. ആ മോക്കിന്റെ സ്കോർ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. അതായത് ആ മോക്കിൽ വളരെ കുറഞ്ഞ മാർക്ക് ആയിരിക്കും കിട്ടുക. കാരണം നമ്മൾ പഠിച്ചു തുടങ്ങുന്നേ ഉള്ളൂ, കോൺസെപ്റ്റ്സ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല, നമ്മൾ ഒരു സ്ട്രാറ്റജികളൊന്നും അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. എന്നിരുന്നാൽ പോലും മോക്കുകൾ എടുത്തുകൊണ്ടിരിക്കുക. ആ മോക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവ് കിട്ടുമ്പോൾ അത് അതുപോലെ തന്നെ മാറ്റി വെക്കുക. പക്ഷെ എവിടെയൊക്കെയാണ് നമുക്ക് പ്രശ്നം പറ്റിയത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കൂടെ ഞാൻ തരുന്നൊരു ഷെഡ്യൂളിൽ നിങ്ങൾ പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി മേക്ക് ഇറ്റ് ടു an IIM or a top business school for after cracking CAT 2024. സോ ഇത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ഒരു ഷെഡ്യൂള് എങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ ഒരു മന്തിൽ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ഓപ്പൺ ഡാറ്റയുടെ വെബ്സൈറ്റിൽ പോയാൽ opendat.in പോയി കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക, ഫ്രീ ആയിട്ട് സൈൻ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കാറ്റ് ആൻഡ് അതർ MBA എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ലെക്ചേഴ്സും മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. ഇനി ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഇല്ലാത്തവരാണെങ്കിൽ ആൻഡ്രോയിഡിൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. iOS യൂസേഴ്സ് ആണെങ്കിൽ you can use a browser, Chrome or Safari, and go to www.opendat.in. അവിടെ എൻറോൾ നൗ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ആക്സസ് ദി പ്ലാറ്റ്ഫോം. സോ അതെല്ലാം റെഡിയാക്കി വെച്ചോ, നിങ്ങളെ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചോ. ആൻഡ് ഗോൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കോളേജുകളെ കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്ത 2-3 വീഡിയോ തിങ്സ് ടു നോ ബിഫോർ MBA എന്ന് പറയുന്ന വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കുക. കുറച്ചൊക്കെ ഡീറ്റെയിൽസ്, അത് ഒരു 2-3 വർഷം പഴക്കമുള്ള വീഡിയോ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഡീറ്റെയിൽസ് മാറിയിട്ടുണ്ടാവും. എന്നാലും ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്നുണ്ടാവും. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദി വീഡിയോ. ബൈ.